കേരള DTH ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഞാൻ ഈ വീഡിയോ തയ്യാറാക്കാനുള്ള പ്രധാന കാരണം ഇപ്പം പല ആളുകളും ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. ജിയോ എയർ ഫൈബർ എടുക്കണോ, ജിയോ എയർ ഫൈബർ എടുത്താൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുമോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും മെസ്സേജ് അയക്കുന്നുണ്ട്. DTH ഫീൽഡിൻ്റെതാണെങ്കിൽ കൂടി ഞാൻ തന്നെ ഇതിൻ്റെ മുമ്പ് എൻ്റെ യൂട്യൂബിൽ പല തവണയായിട്ട് ജിയോ എയർ ഫൈബറിനെയും എയർടെൽ എയർ ഫൈബറിനെ കുറിച്ചൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അത് കണ്ടിട്ടായിരിക്കണം എനിക്ക് മെസ്സേജ് അയച്ചത്. ഇപ്പം പുതിയ ജിയോ എയർ ഫൈബർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പം വീടുകളിൽ ഇൻ്റർനെറ്റ് എന്തായാലും ആവശ്യമാണ്. ഇൻ്റർനെറ്റ് ഇല്ലാത്ത വീടുകൾ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ജിയോ എയർ ഫൈബർ എടുക്കുന്നതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ, അല്ലെങ്കിൽ ജിയോ എയർ ഫൈബർ ആരാണ് എടുക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഡിഷ് ഉള്ള വീടുകൾ, ഞാൻ തന്നെ ഇപ്പം നാട്ടിൽ ജിയോ എയർ ഫൈബറിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ആളുകൾ ജിയോ എയർ ഫൈബർ എടുത്തു തുടങ്ങി. അപ്പോൾ നമ്മൾ ഒരു ഫീൽഡിൽ തന്നെ നിന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനിപ്പോൾ ജിയോ എയർ ഫൈബറും ഡിഷും എല്ലാം ചെയ്യുന്നുണ്ട്. ജിയോ എയർ ഫൈബർ എടുത്താലുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ജിയോ എയർ ഫൈബർ ഇപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ട് പ്ലാൻ ഇപ്പോൾ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. 50 ഡേ 1111, 90 ഡേ എന്ന് പറഞ്ഞാൽ 3 മാസം, മറ്റത് 1.5 മാസം 2221. ഈ ഒരു പ്ലാന് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് നമ്മൾ ആദ്യം പരീക്ഷിക്കണ്ടല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ 50 ഡേയിൽ അവർ തരുന്നത് 1.5 മാസത്തിൽ 1111 അവർ റെൻറ്റ് മാത്രമേ അവർ വാങ്ങുന്നുള്ളൂ. പലരുടെയും ഒരു സംശയമുണ്ട്, ഈ ഒരു സാധനം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ സ്വന്തമാണെന്ന്. കാരണം പല സെറ്റോ ബോക്സും പല ആളുകളും ഡിഷിൻ്റെ സെറ്റോ ബോക്സൊക്കെ എടുത്തിട്ട്, കാരണം അവർ സ്വന്തമായിട്ടാണല്ലോ വീട്ടിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല ജിയോ എയർ ഫൈബർ, അവർ റെൻറ്റിന് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ 50 ഡേ 1111 എന്നുള്ളത് 1.5 മാസത്തെ വാടക മാത്രമാണ്. നിങ്ങൾക്ക് അവർ സെറ്റോ ബോക്സ് തരുന്നുണ്ട്, റൗട്ടർ തരുന്നുണ്ട്, അതിൻ്റെ ഓഡിയോ മുകളിൽ ആൻറ്റിന എന്ന് പറയുമ്പോൾ ഓഡിയോ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതൊക്കെ റെൻറ്റിന് മാത്രമാണ്, സ്വന്തമല്ല. ഇത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ പല ആളുകൾക്കും ഡൗട്ടുണ്ട്. ആ ഒരു ഡൗട്ട് ഞാൻ പല കോളുകളുള്ള അഭിപ്രായത്തിലാണ് ഞാൻ ഈ ഒരു മെസ്സേജ് ഇടുന്നത്. ഇത് റെൻറ്റിനാണ്, നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. നിങ്ങളിപ്പോൾ ഈ ഒരു 1.5 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ കമ്പനി വന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോകും. നിങ്ങൾക്കത് വീട്ടുകാരി എടുക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നിങ്ങളത് ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കണ്ടീഷനിൽ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ സൈൻ, മിക്കവാറും കസ്റ്റമേഴ്സിനെ വെച്ചിട്ടല്ല ചെയ്യുന്നത്, ടെക്നീഷ്യൻ തന്നെ സൈൻ ചെയ്ത് അങ്ങ് കൊടുക്കുന്നതാണ്. പക്ഷേ നിങ്ങളത് കൊടുത്തേ പറ്റൂ, അംബാനിനെ തോപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇത് കാര്യം ഓക്കെയാണ്. ഇത് നല്ലതാണോ മോശമാണോ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾക്ക് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ ഈ 50 ഡേ എടുത്ത് നോക്കാം, അല്ലെങ്കിൽ 90 ഡേ എടുത്ത് നോക്കാം. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ 5G നെറ്റ് റേഞ്ച് ഉണ്ടോ എന്ന് നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം. നിങ്ങളെ ഫോണിൽ തന്നെ നിങ്ങളെ കൂട്ടുകാർ ആരെങ്കിലും കയ്യിൽ 5G ഫോണും ജിയോ സിമ്മും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി നെറ്റ് വെലോസിറ്റി എന്നുള്ളത് ജിയോ നെറ്റ് വെലോസിറ്റി വഴി സെർച്ച് ചെയ്ത് സ്പീഡ് മനസ്സിലാക്കാൻ പറ്റും. സംശയങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. പിന്നെ ഈ 599 എന്ന് പറയുന്ന പ്ലാനാണ് ഭൂരിപക്ഷം 30 Mbps സ്പീഡിലോട് കൊടുക്കുന്നത്. പക്ഷേങ്കിൽ ഈ പ്ലാനിൻ്റെ കൂടെ പലരും പറയുന്നുണ്ട് ഫേസ്ബുക്കിലൊക്കെ 599 രൂപയ്ക്ക് അടിപൊളിയല്ലേ. പക്ഷേ 599 മാത്രമല്ല, പ്ലസ് GST ഉണ്ട്. ഏതാണ്ട് 105 രൂപ GST വരുന്നുണ്ട്. ഇപ്പോൾ 599 പ്ലാന് മന്ത്ലി വരുമ്പോൾ ഏതാണ്ട് 706 രൂപ മന്ത്ലി നിങ്ങൾക്ക് വരും. പിന്നെ പലർക്കും ഉള്ള സംശയമാണ് ഈ 599 പ്ലസ് GST 706 രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ ഒരു പ്ലാനിൽ 30 Mbps സ്പീഡാണ്. അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു സ്പീഡ് 30 Mbps ഉണ്ട്. പല ആളുകൾ 100 എടുത്താലോ എന്നാണ് ചോദിക്കുന്നത്. 100ൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, അതാണ് ഞാൻ പറയട്ടെ. 100ൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം 30 Mbps ടോപ്പ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ 30 Mbps കൊടുത്തിട്ട് അവർക്കൊക്കെ ഓക്കെയാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിങ്ങനെ ഒരു വലിയ രീതിയിലൊന്നും സ്പീഡ് കുറയില്ല. 30 Mbps എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 28-30 തന്നെ നിൽക്കുന്നുണ്ട് സ്പീഡ്. കാരണം നിങ്ങളുടെ ടവറും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണല്ലോ അവർ കണക്ഷൻ തരിക. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ചില ഏരിയകളൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അത് അവിടുത്തെ നെറ്റ്വർക്ക് തകരാറൊക്കെ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷേ 90% പ്രശ്നങ്ങളില്ലാത്തൊരു കണക്ഷനാണ് നിലവിൽ ജിയോ എയർ ഫൈബർ. അതിൽ നിങ്ങൾക്ക് 860 പ്ലസ് ചാനലും 14 OTT. 14 OTT എന്ന് പറയുമ്പോൾ ഈ നെറ്റ്ഫ്ലിക്സും പ്രൈമും വെച്ച് പ്രധാനപ്പെട്ട മലയാളത്തിലെ മനോരമ മാക്സും ഇല്ല. സോണി ലൈവ് ഉണ്ട്, അതുപോലെ ഹോട്ട്സ്റ്റാർ, സൺ നെക്സ്റ്റ്, C5 അതുപോലുള്ള ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അവർ. പിന്നെ ജിയോ സിനിമ പ്രീമിയം ഉണ്ട്, അതുപോലെ ഡിസ്കവറിൻ്റെ എല്ലാം കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത OTTകളുണ്ട്. 860 പ്ലസ് ചാനലുകളുണ്ട്, മലയാളങ്ങളും തമിഴും. സ്പോർട്സൊക്കെ സോണിയുടെ എല്ലാ സ്പോർട്സും ഉണ്ട്, സ്റ്റാറിൻ്റെ എല്ലാ സ്പോർട്സും ഉണ്ട്, യൂറോ സ്പോർട്സ് ഉണ്ട്, അതുപോലെ സ്പോർട്സ് 18 എല്ലാ സ്പോർട്സ് ഇതിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും, നല്ല പിക്ചർ ക്ലാരിറ്റിയിൽ. പിന്നെ ഇതിൽ പലരും പറയുന്നത്, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഈ ചാനൽ മലയാളം ചാനലൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. പ്രായമുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവരിപ്പം അതിലൊരു ഈ റിമോട്ടിൽ തന്നെ നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻറ്റ് പോലെ നമുക്ക് എന്ത് ചെയ്യുക, റിമോട്ടിൽ ഒരു പ്ലേ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഒരു മൈക്ക് ബട്ടൺ. അത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഗൂഗിളിൻ്റെ അല്ല, ജിയോ തന്നെ നിർമ്മിച്ച ബോക്സാണ്. ഇപ്പോൾ ജിയോ എയർ ഫൈബറിൻ്റെ ബോക്സ്
മറ്റുള്ള ഗൂഗിൾ അല്ല ആൻഡ്രോയിഡ് ബോക്സ് അല്ല, ജിയോൻ്റെ തന്നെ ഒരു ബോക്സാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത അടിപൊളി 4K ബോക്സാണ്. രണ്ടാമത് അവരെ റാം 2 GB റാമും 30 GB റോമും എല്ലാം ഹാങ് ഒന്നും ആവാത്ത ഒരു അടിപൊളി ബോക്സാണ്. അത് ഉപയോഗിച്ച ആളുകൾക്കൊക്കെ അഭിപ്രായമുണ്ട് നല്ല. ആ ബോക്സിൽ നമുക്കൊരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാനലിലേക്കൊക്കെ പോകാനും സാധിക്കുന്നുണ്ട്. അപ്പം 30 Mbps ആണ് ബെസ്റ്റ് ചോയ്സ്. അതുമാത്രമല്ല 100 Mbps എന്ന് പറയുമ്പോൾ നമുക്ക് റെൻറ്റും കൂടുതലാണ്, വലിയൊരു ഉപകാരമില്ല എൻ്റെ അഭിപ്രായത്തിൽ. കാരണം 30 Mbps ഉപയോഗിക്കേണ്ട ഒരു സ്പീഡേ നമ്മളെ സാധാരണക്കാർക്കൊക്കെ ആവശ്യമുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. സിനിമയും ഡൗൺലോഡ് ചെയ്യാം, വീട്ടിലൊരു 10-15 ആൾ അല്ലെങ്കിൽ 12 ആൾക്കൊക്കെ അതിൽ അവർ പറയുന്നത് കമ്പനി പറയുന്നത് 20-25 ആൾക്ക് വരെ മൊബൈൽ, ഹോട്ട്സ്പോട്ട്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മറ്റേ ഐപാഡ്, പാഡ് അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു 12-13 ആളൊക്കെ ഉപയോഗിക്കുന്ന ജിയോ എയർ ഫൈബറുള്ള വീടുകളുണ്ട്, തൊട്ടടുത്ത കൂട്ടുകാരൊക്കെ ആയിട്ടൊക്കെ. പക്ഷേ അവർക്കൊന്നും ഒരു വിഷയമില്ലാണ്ട് വർക്കിംഗ് ആവുന്നുണ്ട്. 30 Mbpsൻ്റെ ആ സ്പീഡ് നല്ല വൃത്തിയിൽ തന്നെ ലഭിക്കുന്നുണ്ട്. പിന്നെ കംപ്ലയിൻറ്റ് പൊതുവേ കുറവാണ്. പൊതുവേ ഇതിനുള്ള കംപ്ലയിൻറ്റ് കുറവാണ്. വീടൊക്കെ മാറുമ്പോൾ അല്ലെങ്കിൽ വീടിൻ്റെ റൂം പൊളിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും റീഇൻസ്റ്റാളേഷനൊക്കെ വർക്കേ വരുന്നുള്ളൂ. നിലവിൽ നല്ല അഭിപ്രായമാണ്. എടുക്കുന്ന ആളുകൾ ജിയോ ആപ്ലിക്കേഷനിലൂടെ റിക്വസ്റ്റ് കൊടുത്താൽ അവർ ഇതിൻ്റെ ആളുകൾ വീട്ടിൽ വന്ന് ചെക്ക് ചെയ്യും. പല ഏരിയകളിലും ടെക്നീഷ്യന്മാർ വളരെ കുറവാണ് നിലവിൽ. കാരണം പുതിയൊരു സംഭവം തുടങ്ങിയതല്ല. അപ്പോൾ പെട്ടെന്ന് ടെക്നീഷ്യന്മാർ ഈ ഫ്രീ ആയിട്ടുള്ള ടെക്നീഷ്യന്മാർ ഇപ്പോൾ ഇല്ല. ഇവർ പൈസ വാങ്ങിയിട്ടാണ് സർവീസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ടെക്നീഷ്യന്മാർ കൂടുതലായിട്ട് ഭാവിയിൽ വരികയുള്ളൂ. ഇപ്പോൾ നിലവിൽ കുറച്ച് ടെക്നീഷ്യന്മാരേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക. നിങ്ങൾക്കുള്ള സംശയങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്, മുകളിലും താഴെയായിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ തീർത്ത് തരുന്നതാണ്.